നമസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു ഇന്ന് ലോകത്തെ വിളിച്ചുണർത്തിയത്. എന്തായാലും ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒരു പുതിയ സംഘർഷം ഉടലെടുക്കുമ്പോൾ ആ മേഖലയിലാകെ ഇനി ആക്രമണം വ്യാപിക്കൂ എന്ന വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിർത്തിയിലെ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ഇറാന്റെ തിരിച്ചടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ ഇറാന്റെ നടപടി തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്നും ഉടൻ തന്നെ ഇതിനുള്ള ഭവിഷ്യത്ത് ഇറാൻ അനുഭവിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. നിലവിൽ എന്തായാലും അവിടെ ബലൂച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദ്ലിന്റെ 2 കേന്ദ്രങ്ങൾ ഉന്നമിട്ടുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വലിയ മിസൈൽ ആക്രമണം അതും അപ്രതീക്ഷിതമായി തന്നെ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇറാന്റെ സൈനിക ശക്തികൾക്ക് നേരെ ഈ ഒരു ഭീകരവാദ സംഘടന ആക്രമണങ്ങൾ നടത്തുന്നത് വ്യാപിപ്പിച്ചിരുന്നു. എന്തായാലും ഇതിനുള്ള തിരിച്ചടിയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം എന്ന് കരുതുന്നു. പക്ഷേ ഇത് പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയപരമായ കൊടുങ്കാറ്റുകൾ ചെറുതല്ല. പ്രത്യേകിച്ചും 2024 പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും. ഈ ഏതാനും മാസങ്ങൾ മാത്രമേ അതിനുവേണ്ടി അവശേഷിക്കുന്നുള്ളൂ. തീർച്ചയായും ഇത് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നടങ്കം സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ ഡോൺ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ആ പ്രവിശ്യയിലെ ഒരു മസ്ജിദ് കാര്യമായി തന്നെ തകർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇവർ പുറത്തുവിടുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് പരിക്കേറ്റിരുന്നു എന്നുകൂടി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള അന്തർദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു മസ്ജിദ് തകർന്നതിനെ പറ്റി കാര്യമായ വിവരങ്ങൾ നൽകുന്നില്ല. പക്ഷേ പാകിസ്ഥാന്റെ ദേശീയ മാധ്യമമായ ഡോൺ ഇത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഒരു സുന്നി രാജ്യമാണ്. ഇറാൻ ആവട്ടെ ഷിയകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സുന്നി ഷിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്ക കൂടി ആ മേഖലയിലുണ്ട്. നിലവിൽ എന്തായാലും പാകിസ്ഥാൻ അകപ്പെടാൻ പോകുന്ന ഒരു പ്രതിസന്ധി വളരെ വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.